ഉണ്ട് ഭയങ്കര പൊന്നു ക്ലച്ച് കയറിഞ്ഞിട്ട് വേണം ഗൈസ്. എൻ്റെ മോന്തറ ഷേഫ് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ ഗൈസ്? ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സാധനമല്ലോ, ഇത് മസാജറാണ്. ഇതിൻ്റെ ഒരു ഗുണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണം. അതിന് മുന്നേ നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സ്ഥിരം ഓഡിയൻസിനോടാണ് ഈ പറയണത്. നമ്മൾ ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ വീഡിയോസൊക്കെ ചെയ്യണോണ്ട് ബോറായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൺബോക്സിങ് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്കൊരു സാധനം വരാണ്ട് അതിൻ്റെ ഡെലിവറി ഇങ്ങനെ വഴുകി പോകുന്നതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് പോണത്. അല്ലെങ്കിൽ നമ്മൾ ഒരു മല കയറണം, അങ്ങനെയൊക്കെ സൈത്താൻ്റെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ട് മല കയറുന്ന കാര്യം അതൊക്കെ നമ്മളൊന്നും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാലോചിച്ചിട്ടാണ് നമ്മൾ കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ സെറ്റപ്പ് ആക്കൂരും. അധികം കാലം പിടിക്കില്ല, അതിനുള്ളിൽ നമ്മളെല്ലാം അടിപൊളിയായി വരും. അപ്പോൾ അതെത്ര വരെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ വീട്ടിലോട്ട് പോവാം. ഇത് കണ്ട നമ്മുടെ ഈ മസാജറിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ട് ഇത്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത അല്ല, ഇതിലിങ്ങനെ കുത്തിയിട്ട് വേണം, വയറിലാണ് ചാർജ് ചെയ്യുന്നത്. ഭയങ്കര അത്യാവശ്യം നല്ല വോൾട്ടേജ് വേണം ഇതിന്. ഉണ്ടോ ഗൈസ്, ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ അമേരിക്കൻ പ്രൊഡക്റ്റ് ആട്ടോ, USA നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് നമ്മൾ. ഡോക്ടർ സൈക്കോ ഹാമർ മസാജ് അങ്ങനെയാണ് പേര്. ഇതിൻ്റെ കീ സ്വിച്ചസ് ഇതാണ്. ഇത് ഓണാക്കാൻ, ഇത് സ്പീഡ് കൂട്ടാൻ, ഇതോരോ മോഡ് സെലക്ട് ചെയ്യാൻ, ഇതൊക്കെ ഓരോ മോഡ്, A4 4 മോഡുണ്ട് ഇതിന്. ഇത് ഓഫ് ചെയ്യാൻ. ഇതിന് ടൈം സെറ്ററൊക്കെ ഉണ്ട് കേട്ടോ. കാരണം 15 മിനിറ്റാണ് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കാനുള്ള കാരണം ഇതിൻ്റെ വോൾട്ടേജ് അത്രയും പ്രശ്നമാണ്. പിന്നെ മോട്ടറൊക്കെ കേട് വരും, അതുകൊണ്ട് മാത്രം 15 മിനിറ്റാണ് നമുക്ക് ഒരേ സമയത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 15 മിനിറ്റിന് അപ്പുറം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പിന്നെ നമുക്ക് വീണ്ടും ഓൺ ആക്കാൻ നമുക്ക് റിമൈൻഡർ പോലെയാണ് 15 മിനിറ്റ് എന്ന് പറഞ്ഞ് ഇട്ടിക്കണ്. നമ്മൾ അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി വേഗം കഴിയും. കാരണം അത് അത്രയും ഹൈലി വോൾട്ടേജും കാര്യങ്ങളൊക്കെ മോട്ടറൊക്കെ പ്രവർത്തിക്കുന്ന സംഭവമാണ്. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗം ചെറുതായിട്ട് കാണാണ്ടോ? ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് കിടക്കുന്നത് ഉള്ളിൻ്റെ ഭാഗത്ത്. ഓക്കെ, ഇത്ര കാണാൻ കഴിയില്ല നമുക്ക്. പിന്നെ ഇത് പൊളിച്ചൊക്കെ കാണാം. അത് നമുക്ക് പിന്നീട് ടെക് ചാനൽ പോലെ നമുക്കിത് പൊളിച്ചിട്ടൊരു സംഭവം ചെയ്യാം കേട്ടോ. കുറേ കാലത്തിന് ശേഷം ഇത് കേടുവരാറാകുമ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഇതിൻ്റെ ഒരു വൈബ് എന്താ നോക്കി നോക്കാം. അതായത് ഓണാക്കി കഴുത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഗായ്സ് നല്ല സുഖം. തലയിലൊക്കെ വെച്ചാണല്ലോ. ഇത് വെച്ചിട്ട് ഇങ്ങനെ താഴെ മുകളിൽ ഇങ്ങനെ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെയൊക്കെ വേഗം വരും കേട്ടോ. എവിടെയൊക്കെ വെച്ച് ഇങ്ങനെ അരച്ച് കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് ഇത് ഇത്ര സ്ലോയിൽ ഇഷ്ടമല്ല, ഇത് നല്ല സ്പീഡിൽ ഫുൾ സ്പീഡാണ് എനിക്കിഷ്ടം. അടിപൊളി ഫുൾ സ്പീഡിൽ നല്ല രസമാണ് ഗൈസ്. എൻ്റെ മോന്തറ ഷേഫ് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ ഗൈസ്? ഓ വാവ്, സൂപ്പർ. എനിക്ക് ക്യാമറയിൽ നോക്കുമ്പോൾ ഇത് കുലുങ്ങിയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് കുലുങ്ങിയിട്ടാണോ ഗൈസ് കാണുന്നത്? ഓ ഗൈസ്, ഈ സാധനം മസാജർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ ചെയ്താണല്ലോ. സത്യം പറഞ്ഞാൽ മസാജറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫാറ്റുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഫാറ്റ് കുറയുന്നതാണ് പറയപ്പെടുന്നത്. അതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. ഫാറ്റ് സെൽസ് ബ്രോക്കൺ ആയിട്ട് അത് പിന്നീട് തടി കുറേ, ആ ഫാറ്റ് പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഫാറ്റ് സെൽസ് എക്സസൈസ് ചെയ്യാനുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഫാറ്റ് സെൽസ് ബ്രോക്കൺ ആയിട്ട് പിന്നെ വരുന്ന സാധനം മെലിഞ്ഞിട്ട് അങ്ങനെ വരുന്നതിനെ കേട്ടിട്ടുണ്ട്, ആരോ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. എനിക്ക് എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ. പിന്നെ ഇതിനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിക്കണത് ഒരു 4 ഐറ്റം ഉണ്ട്. ഇതടക്കം ഈ സാധനം അടക്കം 4 ഐറ്റം ഉണ്ട് കേട്ടോ. ക്യാപ്പ്, ഇതാണ് ക്യാപ്പ്. ദൂരി കഴിഞ്ഞാൽ എങ്ങനെയാണ്. എനിക്കിപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് നല്ലപോലെ ഇത് ഊരണതൊന്നും കാണിക്കാനില്ല. ഊരണ വലിയ ടെക്നോളജി ഒന്നുമില്ല. വെറുതെ ഇട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഊരാനും തുറക്കാനും ഒക്കെ വയ്ക്കും. ഇതിൻ്റെ വേറെ സാധനങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു കേട്ടോ. കുറച്ചൊരു ഉപയോഗിച്ചപ്പോഴേക്കും മണക്കാൻ തുടങ്ങിയിട്ട് ഭയങ്കര പൊന്നു ക്ലച്ച് കയറിഞ്ഞിട്ട് വേണം. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. നമുക്ക് ഇനി ഇതിൻ്റെ വേറെ കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ടല്ലോ, അതുകൂടി കാണാൻ നമുക്ക്. ഓക്കെ, ഇതാട്ടോ അതിൻ്റെ പെട്ടി. ഇതാണ് അതിൻ്റെ പെട്ടി. ഇത്ര വലിയ പെട്ടിയിലാണ് വന്നത്. എന്ത് വെച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ഈ സാധനം ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് എടുത്തിട്ടാണ്, കുറേ സ്പേസ് ഉണ്ടല്ലോ. എന്നിട്ട് ഇതൊരു മുക്കിക്ക് ഇങ്ങനെ നീങ്ങി കിടക്കായിരുന്നു. അപ്പോൾ ഈ പോർഷൻ എന്തിനാണാവോ അവർക്ക് തന്നെ അറിയുള്ളൂ. ഞാൻ പിന്നെ വേസ്റ്റ് വെട്ടിയാക്കി. ഇതിന് ആ സാധനം അടക്കം 4 ഉണ്ട് പറയില്ലേ, അതിൽ ഒരെണ്ണമാണ് ഇത് കേട്ടോ ഗൈസ്. ഇത് അറ്റത്തൊരു കുനിപ്പ് മാത്രമേ ഉള്ളൂ. എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ വേറൊരു സാധനമുണ്ട്. ഇത് കാലിലൊക്കെ നമ്മൾ നല്ല സുഖം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് നോക്കിയത്. പക്ഷേ ഇത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. എന്തായാലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ വേറെ കിടുക്കാച്ച സാധനമുണ്ട്. ഇത് കിടന്ന് കറങ്ങണതായിരുന്നു വെച്ചാൽ ഇതുകൊണ്ട് നല്ല ഉപകാരം. ഇത് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ കവർ കയറും. ഞാനത് ഉപയോഗിക്കാറില്ല ഈ സാധനങ്ങളൊന്നും. അത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇത് 3 കാണുമ്പോൾ വലിയ അടിപൊളിയായി തോന്നും. പക്ഷേ വേറൊരാൾ ചെയ്തെന്നാലും അത്ര സുഖം ഉണ്ടാവുള്ളൂ തോന്നുന്നു പുറത്തൊക്കെ.
വേറെ ഗുണങ്ങളൊന്നും ഇതിന് കാണാനില്ല, എനിക്കൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇതുപോലത്തെ സാധനങ്ങൾ ആരെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. ഇതാണ് അതിൻ്റെ പെട്ടി, നല്ല ക്വാളിറ്റിയുള്ള പെട്ടി. എന്താ അതിന് നമ്മളുണ്ട് ആമ്, ഷോൾഡർ, വേസ്റ്റ്, തൈ, ഫൂട്ട്, അതിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കൃത്യമായിട്ടുണ്ട്. നമ്മളെന്താ ചെയ്യുക? ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ഇതിപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇത്രയും മേടിച്ചിട്ട് കുറച്ച് കാലം കുറച്ചായിക്കണു. ഞാൻ എൻ്റെ മുത്തശ്ശന് വയ്യാണ്ടായ സമയത്ത് മേടിച്ചതാണ്. മുത്തശ്ശന് കഴുത്തിന് വേദനയായ സമയത്ത് ഞാൻ മേടിച്ചോട്ടത്. പിന്നെ എനിക്ക് മസാജിനോട് താല്പര്യമുള്ള ഒരാളാണ്, വ്യക്തിയാണ് ഞാൻ പേഴ്സണലി. എനിക്ക് മസാജിങ് ഭയങ്കര ഇഷ്ടമാണ്. സ്വന്തം മേലിങ്ങനെ മസാജ് ഒന്നും ഇരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു സുഖമുള്ള എക്സ്പീരിയൻസ് അല്ലേ, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാലോ. അതുകൊണ്ട് കാരണം പിന്നെ അതുപോലെ തന്നെ മുത്തശ്ശന് കഴുത്തിന് ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ, പിന്നെ മുട്ടിനൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു റിലീഫ് ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ അതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടായിട്ടില്ല. അത് പിന്നെ മാറി, ഇപ്പോൾ ചെറിയ തോതിലുള്ളൂ. അത് പ്രായമായതിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക പറഞ്ഞാൽ 2-3 കാര്യങ്ങൾ വേണം. അത് നിങ്ങൾ എൻ്റെ സ്ഥിരം ഓഡിയൻസിനോട് ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയണം. ഇങ്ങനത്തെ വീഡിയോ ചെയ്യണ്ട, വേറെ എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റ് ഏതാച്ചാൽ അത് പറഞ്ഞാൽ മതി, നമുക്കത് ട്രൈ ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ട് തന്നെ നമ്മുടെ ഈ മസാജിനെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങളും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ട്, അതിനൊരു വീഡിയോ എഡിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ മസാജിൻ്റെ ഓരോ രീതികൾ, ഈ സാധനങ്ങൾ എന്തിനൊക്കെ മസാജ്, എന്തൊക്കെ ഗുണങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെ വല്ല വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, നമ്മളത് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ബൈ.